നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM നേതാവാണോ നാട്ടിലും പൊതുവഴിയിലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും രക്ഷാകവചം തീർക്കാൻ CPM സംസ്ഥാന പാർട്ടി നേതൃത്വം കൂടെയുണ്ടാകും. EP ജയരാജൻ BJPയിൽ ചേരാൻ അവസാനവട്ട നീക്കവും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പാർട്ടി നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടും രക്ഷപ്പെടുത്താൻ പിണറായി പിന്നിലുണ്ടായിരുന്നു. EP ജയരാജൻ കോടികൾ മുടക്കി റിസോർട്ട് പണിതപ്പോഴും ബന്ധുക്കളെ സർക്കാർ പദവികളിൽ തിരികെ കയറ്റിയപ്പോഴും രക്ഷപ്പെടുത്താൻ പിണറായി വിജയന് പിന്നിൽ ഉണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രനും MLA ആയ ഭർത്താവും KSRTC ബസ് തടഞ്ഞ തെമ്മാടിത്തരവും നിയമന നിഷേധവും കാണിച്ചിട്ടും കുറ്റം ഡ്രൈവറുടെ മേൽ കെട്ടിവെച്ചാണ് CPM സംസ്ഥാന നേതാക്കൾ മുന്നിൽ ഇട്ടുകൊടുത്തത്. ബസ് ഡ്രൈവറെ മദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് കാണിച്ച ആ ആവേശം എന്തുകൊണ്ട് MLAയ്ക്കും മേയർക്കും ബാധകമായില്ല എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉന്നയിക്കുന്നത്. ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾക്കെതിരെ CPMൽ കലാപമുയരുകയാണ്. മാസപ്പടിയും പിരിവും കൊള്ളയും നടത്തി CPM നേതാക്കൾ ശതകോടീശ്വരന്മാരാകുന്ന സാഹചര്യത്തിലും ഏത് അഴിമതിക്കാരനെയും സംരക്ഷിക്കാൻ CPMൽ നേതാക്കളുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും യാതൊരു നിയമ നടപടികളും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായി ബിനീഷും ബിനോയും നമ്പർ 1 ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടും പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടും രക്ഷപ്പെടുത്താൻ CPM നേതാക്കൾ പലരും ഉണ്ടായിരുന്നു. അവിഹിത ബന്ധത്തിൽ ജനിച്ച കുട്ടിയുടെയും പീഡനത്തിന് ഇരയായ സ്ത്രീയുടെയും ജീവനാംശം പാർട്ടി ഫണ്ടിൽ നിന്നാണോ അതോ സഖാക്കളുടെ ബക്കറ്റ് പിരിവിൽ നിന്നാണോ കൊടുത്തത് എന്ന ചോദ്യം മുൻപ് ഉയർന്നപ്പോഴും ഉത്തരം പറയാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല. പിണറായി വിജയന്റെ അതേ ശൈലിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സംസാരത്തിലെ ധിക്കാരവും അണികൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ അതത്ര ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം. പാർട്ടിയുടെ ഇക്കാലത്തെ പോക്കിൽ അമർഷം പൂണ്ട CPMലെ വിവരമുള്ള ഒരു വിഭാഗം അണികൾ CPMൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ പരസ്യമായ പകൽക്കൊള്ള നടത്തുന്ന നേതാക്കളുടെ കൂട്ടമായി CPM മാറിയിട്ടും നേതാക്കളെ അന്ധമായി വിശ്വസിക്കുന്ന അണികൾ മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നു. പാർട്ടിയിലെ ഒരു നിര നേതാക്കൾ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് നാടുനീളെ തെമ്മാടിത്തരം നടത്തിക്കൊണ്ടിരിക്കെ അവരെ പൊതിയുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അണികളിൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും കാണിച്ച നിയമന നിഷേധവും ഉൾപ്പെടെ CPM നേതാക്കളുടെ അഹന്തയ്ക്കും ധിക്കാരത്തിനുമെതിരെ പൊതുസമൂഹത്തിൽ ഉയരുന്ന എതിർപ്പ് പോലെ പാർട്ടിക്കുള്ളിലും വിമർശനം ശക്തമാവുകയാണ് എന്നതാണ് വാസ്തവം. CPM നേതാക്കൾ കൊള്ളയടിക്കുകയും കോഴ വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന തിരിച്ചറിവ് ഒരു നിര അണികൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെതുൾപ്പെടെ കുടുംബാംഗങ്ങളുടെ വേഷവിധാനങ്ങളും ആഡംബരങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്ന പണമാണ് എന്ന ചോദ്യം അണികളിലും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അന്തരിച്ച ഒരു മുൻനിര നേതാവിന്റെ ഭാര്യ തിരുവനന്തപുരത്തെ പ്രമുഖ ആഭരണക്കടയിൽ നിന്ന് മാസം തോറും വജ്ര ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നതും സ്വർണ്ണ നൂലിന്റെ ഇഴകളുള്ള 10 ലക്ഷത്തിന്റെ സാരി അണിഞ്ഞുമൊക്കെയായി വിമർശനങ്ങൾ വേറെയുമുണ്ട്. നാടിന് യാതൊരു പ്രയോജനവുമില്ലാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ 500-ലേറെ വിദേശ യാത്രകൾ നടത്തിയത് സ്വന്തം കാര്യത്തിനും സ്വന്തം കച്ചവടത്തിനും വേണ്ടിയായിരുന്നുവെന്ന തിരിച്ചറിവ് ഇന്ന് അണികളിൽ ഏറെയും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും മലപ്പുറത്തും ഉൾപ്പെടെ വർഗീയ കാർഡ് ഇറക്കി CPM നടത്തിയ പ്രചാരണവും CPM നേതാക്കൾ നടത്തിയ വർഗീയ പ്രീണനവുമൊക്കെ പ്രവർത്തകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. CPM നേതാക്കളുടെ ഇക്കാലത്ത് പോക്ക് പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിയുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.